ഇപ്പോൾ ഷംസുദ്ദീൻ എം.എൽ.എ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ഷംസുദ്ദീൻ എം.എൽ.എ, 8 നഗരസഭകളിലെ വാർഡ് വിഭജനമാണ് ഇപ്പോൾ നിയമവിരുദ്ധമെന്ന് കാട്ടിക്കൊണ്ട് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത്. അത് സർക്കാരിനെ സംബന്ധിച്ച് എത്ര വലിയ തിരിച്ചടിയാണ്? അത് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് 2025. വീണ്ടും അത് ഈ വിഭജനം വൈകാനല്ലേ ഇടയാക്കുക? അല്ല, ഈ വാർഡ് വിഭജനത്തിനും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾക്കും ഒക്കെ വളരെ കൃത്യമായ ചില മാനദണ്ഡങ്ങളുണ്ട്, ചില നിയമങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങളും നിയമങ്ങളും ഒക്കെ ലംഘിച്ച് ഇത് ചെയ്യുമ്പോഴാണ് അതിനെതിരെ കോടതികളെ സമീപിക്കേണ്ടി വരുന്നത്. അപ്പൊ കോടതികൾ അത് പരിശോധിക്കും, ഇത് ലംഘിച്ചിട്ടുണ്ടോ, തെറ്റിയിട്ടുണ്ടോ എന്ന്. ഇപ്പൊ ഇവിടെ ഈ കൊടുത്ത കേസുകളിൽ പ്രഥമ ദൃഷ്ട്യാ തന്നെ അതിൽ ചില ലംഘനങ്ങളുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നത്, ഞാൻ അതിന്റെ വിശദാംശങ്ങൾ അറിഞ്ഞിട്ടില്ല, ഈ ജനസംഖ്യ എടുത്ത വർഷം 2011 അതിന് ശേഷമുള്ളത് എടുത്തിട്ടാണ് 2015 ഈ പറഞ്ഞ മുനിസിപ്പാലിറ്റികളിലൊക്കെ വാർഡ് വിഭജനം നടത്തിയിട്ടുള്ളത്. അപ്പൊ പിന്നെ അവിടെ അതേ ജനസംഖ്യ എടുത്ത് ഒരിക്കൽ വാർഡ് വിഭജനം നടത്തിയ മുനിസിപ്പാലിറ്റിയിൽ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യേണ്ടതില്ല. അത് നോംസിന് വിരുദ്ധമാണ്. കാരണം 2015 പുതുതായി വന്ന മുനിസിപ്പാലിറ്റികൾ ആണ് ഇവയൊക്കെയും. അപ്പൊ അങ്ങനെ ഒരു കേസ് ഉണ്ടായിരുന്നു. ഇവിടെ പലയിടത്തും പ്രധാനമായി ഉയർന്നു വരുന്ന ആരോപണം, ഈ വാർഡ് വിഭജനം പൂർത്തിയാക്കുന്നത് അത് സർക്കാരിന് ഗുണം ചെയ്യുന്ന തരത്തിൽ, വരുന്ന തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുന്ന തരത്തിലേക്കുള്ള വിഭജനമായി പോയി എന്നാണ് പ്രധാനമായും ഉയർന്നു വരുന്ന ആരോപണങ്ങൾ. അപ്പോൾ ആ ആരോപണങ്ങൾ തെളിയുന്ന തരത്തിൽ, അല്ലെങ്കിൽ അതിന് ബലം നൽകുന്ന തരത്തിൽ അത് വസ്തുതയാണെന്ന് കൂടി തെളിയുകയില്ലേ ഈ ഒരു ഹൈക്കോടതിയുടെ നടപടിയിലൂടെ? തീർച്ചയായിട്ടും. അതായത് ഭരണകക്ഷിക്ക് വേണ്ടി ഉള്ള വാർഡ് വിഭജനങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. നോംസ് തെറ്റിച്ചുകൊണ്ട് ജനസംഖ്യ കണക്കാക്കുന്നതിൽ വാർഡിന്റെ വലിപ്പം, അതിർത്തി, ഇതിനൊക്കെ വളരെ കൃത്യമായ മാനദണ്ഡമുണ്ട്. ഒരു വാർഡിന് ഭൂമിശാസ്ത്രപരമായ അതിര് വേണം. ഒരു വാർഡിലെ ജനസംഖ്യയും തൊട്ടടുത്ത വാർഡിലെ ജനസംഖ്യയും തമ്മിൽ 10% കൂടുതൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെ അംഗീകൃതമായ ചില നിയമങ്ങളുണ്ട്. അപ്പൊ അതിന് വിരുദ്ധമായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് കോടതി ഇത് റദ്ദാക്കേണ്ടി വരുന്നത്. രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ടാണ് അതിന് വിരുദ്ധമായിട്ട് ചെയ്യുന്നത്. അവർക്ക് ജയിക്കാൻ വേണ്ടി ചില ഏരിയകൾ പ്രത്യേകമായിട്ട് കൂട്ടും. ഇത് പക്ഷേ മറ്റു പലയിടങ്ങളിലും സമാനമായ ആരോപണങ്ങൾ ഉയർന്നു വരുന്നില്ലേ? അവിടേക്ക് കൂടി ഈ രീതിയിലുള്ള ഒരു ഇടപെടൽ, പരിശോധന വേണമെന്നാണോ താങ്കൾ അഭിപ്രായപ്പെടുന്നത്? സ്വാഭാവികമായും ഇത് ഇലക്ഷൻ കമ്മീഷൻ ഇതിലൊരു നിഷ്പക്ഷത പാലിച്ച് ഇപ്പോ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും വന്ന കരട് വാർഡ് വിഭജനത്തിനെതിരെ എല്ലായിടത്തും വ്യാപകമായിട്ട് ഒബ്ജക്ഷൻസ് ഉണ്ട്, പരാതികളുണ്ട്. അതിപ്പോ ജില്ലാ കളക്ടർമാർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ജുഡീഷ്യസ് ആയിട്ട് രാഷ്ട്രീയ പക്ഷപാതത്തിന് അപ്പുറത്തേക്ക് ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കാൻ കളക്ടർമാർ തയ്യാറായ കുറെ പ്രശ്നങ്ങൾ തീരും. അല്ലെങ്കിൽ അതുകൂടി കോടതി കയറും. നന്ദി ശ്രീ എൻ ഷംസുദ്ദീൻ പ്രതികരിച്ചതിന്.